ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ഞാൻ ഡാനിയലച്ചൻ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 4 വരെയുള്ള തിരുവചനം ഏതാണ്ട് 3 എപ്പിസോഡുകളിലായി നമ്മൾ കാണുകയായിരുന്നു. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ വെളിപാടിൻ്റെ 9-ാമത്തെ വാക്യം വരെ നമ്മൾ അടുത്ത ഒരു സെക്ഷനായിട്ട് കാണുകയും അതിനുശേഷം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് 12:5 വായിച്ച് നമുക്ക് തുടങ്ങാം. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവരുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ഈ സ്ത്രീ 3 തലങ്ങളിലാണ് അവളുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കിയത്. അവൾ വിശ്വസ്തയായ ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. അവൾ പുതിയ ഇസ്രായേലായ സഭയുടെ പ്രതീകമാണ്. അവൾ യേശുവിൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രതീകമാണ്. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. മിശിഹായാണ് അവൾ പ്രസവിച്ച കുഞ്ഞ് എന്ന് നമുക്ക് അറിയാം. അവനെക്കുറിച്ച് 2-ാം സങ്കീർത്തനം വീണ്ടും പരാമർശിച്ചുകൊണ്ട് പറയുന്ന വാക്യമാണ്: സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. ആ രാജാവിൻ്റെ രാജകീയ അധികാരത്തിൻ്റെ ദണ്ട് ഇരുമ്പ് കൊണ്ടുള്ളതാണ്, സ്വർണമോ വെള്ളിയോ അല്ല. അത് ചില പഴയ നിയമ സൂചനകൾ ഉൾക്കൊള്ളുന്ന പ്രതീകമായിട്ടാണ് വായിക്കേണ്ടത്. പ്രധാനമായും ദാനിയേൽ കണ്ട ദർശനം, അല്ലെങ്കിൽ ദാനിയേൽ വ്യാഖ്യാനിച്ച സ്വപ്നം, നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, ഇങ്ങനെ 4 ശരീരഭാഗങ്ങളുള്ള ഒരു പ്രതിമയാണ് നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കണ്ടത്. ദാനിയേൽ അത് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരുമ്പ് കൊണ്ടുള്ള ആ ശരീരഭാഗം, ആ 4-ാമത്തെ ഭാഗം സൂചിപ്പിച്ചത് റോമ സാമ്രാജ്യത്തെയാണ്. അപ്പോൾ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തിൽ റോമ സാമ്രാജ്യം സൂചിപ്പിക്കപ്പെട്ടത് ഇരുമ്പ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ മിശിഹ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കും എന്ന് പറയുമ്പോൾ അത് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വായന, മിശിഹ എന്ന ദൈവത്തിൻ്റെ നിത്യനായ രാജാവ് റോമ സാമ്രാജ്യത്തെ തകിടം മറിച്ച് റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തെ ഇല്ലാതാക്കി റോമായിൽ തൻ്റെ അധികാര കേന്ദ്രം സ്ഥാപിച്ച് കത്തോലിക്ക സഭയിലൂടെ തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനം നിർവഹിക്കും എന്ന ആ ഭാവി സൂചനയാണ് സത്യത്തിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുന്നു എന്ന വാക്യം വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന. 6-ാമത്തെ വാക്യം, വെളിപാട് 12:6. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അതിന് തൊട്ട് മുമ്പ് 5-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യം കൂടി വായിച്ചിട്ട് 6-ാമത്തെ വാക്യം വായിക്കാം. അവരുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ഇത് സ്ത്രീ പ്രസവിച്ച കുഞ്ഞ് ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. അത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ശേഷം അവിടുന്ന് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പ്രതീകമാണ്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ ഈ സ്ത്രീയെ ഇസ്രായേലായി കണ്ടാൽ മരുഭൂമി യാത്ര, ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ആരംഭിച്ച മരുഭൂമി യാത്ര, അതിൻ്റെ പ്രതീകമാണ് ഈ മരുഭൂമിയിലേക്ക് ആ സ്ത്രീ ഓടിപ്പോയി എന്നത്. അതുപോലെ തന്നെ പ്രവാസത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ കാലത്തെയും അത് സൂചിപ്പിക്കുന്നു. മരുഭൂമി യാത്രയിലായാലും പ്രവാസത്തിലായാലും അന്യജനതകളുടെ ഇടയിലായിരുന്നപ്പോഴാണെങ്കിലും ഈജിപ്തിലായിരുന്നപ്പോഴാണെങ്കിലും അവിടെയെല്ലാം ദൈവം
അവളെ ഇസ്രായേലിനെ സംരക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ് ദൈവം അവളെ പോറ്റുന്നതിന് സജ്ജമാക്കിയ സ്ഥലമുണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീ സഭയാണെങ്കിൽ ഇത് നൽകുന്ന സൂചന സഭയുടെ ഞെരുക്കത്തിൻ്റെ കാലത്ത് ദൈവം അവൾക്ക് നൽകുന്ന അഭൗമമായ സ്വർഗീയമായ ആ സംരക്ഷണത്തിൻ്റെ പ്രതീകം കൂടിയാണ്, അടയാളം കൂടിയാണ് ഈ മരുഭൂമിയിൽ ദൈവം സജ്ജമാക്കിയ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 1260 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയുണ്ട്. അത് 42 മാസമാണ്, 3.5 വർഷമാണ്. 3.5 എന്ന് പറയുമ്പോൾ അപൂർണമായ സമയം, അങ്ങനെ പറയുന്നത് 7 പൂർണ്ണതയുടെ സംഖ്യ ആയി ബൈബിൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇൻകംപ്ലീറ്റ് ടൈമാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമാണ് 3.5. ദൈവം തൻ്റെ ശത്രുക്കൾ സഭയെ ഞെരുക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ആ പരിമിതമായ സമയം, സഭയുടെ ഞെരുക്കകാലം, ഈ കാലത്ത് ഇസ്രായേലിനാണെങ്കിലും സഭയ്ക്കാണെങ്കിലും ദൈവം വലിയ ഞെരുക്കങ്ങൾ അനുവദിച്ച് തന്ന കാലത്ത് അവൾക്ക് ദൈവം ഒരുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച്, ദൈവം അവളെ പോറ്റുന്നതിനെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അറിയിപ്പാണ് മരുഭൂമിയിൽ അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ സ്ഥലം എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പരിശുദ്ധ അമ്മയായി ഈ സ്ത്രീയെ കണ്ടാൽ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ യോഹന്നാൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച നിമിഷം മുതൽ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സ്വർഗാരോപണത്തിൻ്റെ സമയം വരെ എഫേസോസിൽ യോഹന്നാൻ്റെ വീട്ടിൽ ദൈവം ഒരുക്കിയ ആ സജ്ജമാക്കിയ സ്ഥലത്ത് അവൾ താമസിച്ചതിനെക്കുറിച്ചും ഈ വാക്യം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി വെളിപാട് 12-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങൾ സ്വർഗത്തിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. വെളിപാട് 12, 7 മുതൽ 9 വരെ. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ലളിതമായ ചില ബൈബിളിലെ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്ന അർത്ഥത്തെ ഒന്ന് കാണേണ്ടതുണ്ട്. ഇത് സ്വർഗം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വർഗം അല്ല, ദൈവം വസിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത് ഒരു അന്തരീക്ഷ തലം, മാലാഖമാർ അല്ലെങ്കിൽ ഏഞ്ചലിക് ബീങ്സ്, അരൂപികളായ യാഥാർത്ഥ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇടം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വീണുപോയ മാലാഖമാർ ഒക്കെ വിഹരിക്കുന്ന ഒരു ഇടം, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെന്ന് എഫേസോസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ആ ഭാഗം പറയുന്നത് പോലെ സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അല്ലെങ്കിൽ എഫേസോസ് 2-ൽ അപ്പോസ്തലൻ പറയുന്ന അന്തരീക്ഷ ശക്തികളുടെ അധിപൻ, സ്പിരിറ്റ്സ് ഇൻ ദി എയർ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അരൂപികൾ, വീണുപോയ മാലാഖമാർ, ഫോളൻ ഏഞ്ചൽസ്, അവർ വിഹരിക്കുന്ന ഒരു മേഖലയാണ് ഈ അന്തരീക്ഷം അല്ലെങ്കിൽ സ്വർഗീയ ഇടങ്ങൾ. അത് ദൈവത്തിൻ്റെ സ്വർഗമല്ല, മറിച്ച് മനുഷ്യൻ്റെ ലോകത്തിനും ദൈവത്തിൻ്റെ സ്വർഗത്തിനും ഇടയിലുള്ള ഏതോ ഒരു തലം. അപ്പോൾ അവിടെയാണ് നമ്മൾ ദാനിയേൽ 10-ൽ ദാനിയേൽ 21 ദിവസം വിലാപം ആചരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ ദാനിയേലിൻ്റെ അടുത്തേക്ക് വരുന്നതും മാർഗമധ്യേ പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപിയായ ആ ടെറിറ്റോറിയൽ സ്പിരിറ്റ് ഈ മാലാഖയെ തടയുന്നതും. അപ്പോൾ ആ അന്തരീക്ഷ തലങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ്. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. വാക്യം 8, എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി.
ആ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. ഭൂമിയിലേക്ക് സാത്താനും അവൻ്റെ ദൂതന്മാരും വലിച്ചെറിയപ്പെട്ടു. ഇവിടെയാണ് ആരാണ് ഈ സർപ്പം, എന്താണ് ഈ സർപ്പത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വെളിപ്പെടുത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഈ വെളിപാട് 12 സൂചിപ്പിക്കപ്പെട്ട ആ സർപ്പം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഹവ്വായെ വഞ്ചിച്ച അതേ പുരാതന സർപ്പമാണ്, സാത്താനാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി, ഈ പുരാതന സർപ്പം. രണ്ടാമത് സാത്താൻ, പിശാച്, സൈറ്റൻ ആൻഡ് ഡെവിൾ. ഈ വാക്കുകളുടെ അർത്ഥം സ്ലാൻഡറർ, അക്യൂസർ എന്നൊക്കെയാണ്. അപവാദം പറയുന്നവൻ അല്ലെങ്കിൽ കുറ്റം പറയുന്നവൻ, കുറ്റപ്പെടുത്തുന്നവൻ എന്നാണ്. സാത്താൻ അക്യൂസറാണ്, കുറ്റപ്പെടുത്തുന്നവനാണ് എന്ന ബൈബിളിലെ പ്രബോധനം മറ്റിടങ്ങളിൽ കാണുന്നത് ജോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലും സക്കറിയ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലുമാണ്. കുറ്റം പറയാൻ വരുന്ന സാത്താൻ, ദൈവമക്കളെ ദുഷിക്കുന്ന, അപവാദം പറയുന്ന സാത്താൻ, ദുഷിക്കുന്ന എന്ന ആ സ്വഭാവം അല്ലെങ്കിൽ സർവ്വലോകത്തെയും കുറ്റം പറയുന്ന അതിനുള്ള സൂചനകളാണത്. ഇനി വഞ്ചിക്കുന്ന, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വായിക്കാവുന്ന വചനഭാഗങ്ങൾ ഞാൻ പറയുകയാണ്. അതൊന്ന് കുറിച്ചെടുത്ത് പിന്നീട് വായിക്കുക. സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന് പറയുമ്പോൾ അത് ബൈബിളിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം, വെളിപാട് പുസ്തകം 20-ാം അധ്യായം 2, പിന്നെ 3-ാം വാക്യം, പിന്നെ 7-ഉം 8-ഉം, പിന്നെ 10-ാമത്തെ വാക്യം. വെളിപാട് 20, 2, 3, 7, 8, 10 വാക്യങ്ങൾ. പിന്നീട് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ഉം 10-ഉം, വെളിപാട് 13 വാക്യങ്ങൾ 11 മുതൽ 14 വരെ, വെളിപാട് 18, 23, വെളിപാട് 19, 20, യോഹന്നാൻ 8:44, വെളിപാട് 20, 2, 3, 7, 8, 10, 2 തെസ്സലോനിക്കർ 2, 9-ഉം 10-ഉം, വെളിപാട് 13, 11 മുതൽ 14 വരെ, 18, 23, 19, 20. സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ. 1886 ലയോ 13-ാമൻ മാർപ്പാപ്പ എല്ലാ വിശ്വാസികളോടും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ വിശ്വാസികളും ചൊല്ലണം മാർപ്പാപ്പ നിർദ്ദേശിച്ച മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. കാരണം ഈ പുരാതന സർപ്പത്തെ നേരിടുന്നതിന്, അവൻ്റെ ദൂതന്മാരെ നേരിടുന്നതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് മിഖായേൽ. ദാനിയേൽ 12, 1-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഇനി വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അത് സ്വർഗത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരാഘോഷമാണ്. വെളിപാട് 12, 10 മുതൽ 12 വരെ സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിശാചിൻ്റെ ഒരു പരാജയം ബൈബിൾ അവതരിപ്പിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാമത്തേത്, അവൻ സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടപ്പോൾ. അത് സൃഷ്ടിയോടനുബന്ധിച്ച് നടന്ന കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നടന്ന കാര്യമാണ്. ദൈവത്തിനെതിരെ മറുതലിച്ച മാലാഖമാരുടെ
മൂന്നിലൊന്ന് ഭാഗത്തെ ലൂസിഫറിനെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം വലിച്ചെറിഞ്ഞ് അവരെ സ്വർഗത്തിൽ ഇടമില്ലാതാക്കി. ഇതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തേത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് സംഭവിച്ചതാണ്. കൊളോസ്സോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി. അങ്ങനെ രണ്ടാം ഘട്ടം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്താണ്. ഇനി അതിൻ്റെ പൂർത്തീകരണം, സാത്താൻ്റെ സമ്പൂർണമായ നാശം സംഭവിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിലാണ്. ഇതിന് രണ്ടിനും ഇടയിൽ, അല്ലെങ്കിൽ ഈ 3 ഘട്ടങ്ങൾ സംഭവിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിലെ രണ്ടാമത്തെ ഘട്ടത്തിനും 3-ാമത്തെ ഘട്ടത്തിനും ഇടയിൽ, യേശുവിൻ്റെ കുരിശുമരണത്തിനും യേശുവിൻ്റെ രണ്ടാം വരവിനും ഇടയിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ റിസറക്ഷനും റിട്ടേണിനും ഇടയിൽ വലിയൊരു പരീക്ഷണ കാലമാണ് സഭയ്ക്ക് ഉള്ളത്. അത് സാത്താൻ സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ആ സമയം വലിയ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയമാണ്. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ വലിയൊരു സ്വരം കേൾക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. എന്നാൽ അവൻ്റെ ശക്തി ഇല്ലാതായിട്ടില്ല, അവന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളില്ലാതായിട്ടില്ല. അവൻ സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ മടങ്ങിവരവിൽ മാത്രമാണ്. ഇതിനിടയിലുള്ള ഘട്ടത്തെക്കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങൾ 11-12 പറയുന്നത്. ഞാനത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ്. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ ഈ എപ്പിസോഡുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. ഈ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയും സാധ്യമായ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത് ഷെയർ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ ഈ സുവിശേഷ പഠനത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കാളികളാക്കണം. നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടി എടുക്കുന്ന അധ്വാനം മുഴുവൻ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമായി കണ്ട് ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഡാനിയേലച്ചൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.